പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നീറ്റിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ 2016 നീറ്റ് എക്സാം ഓൾ ഇന്ത്യ ലെവലിൽ ഒരൊറ്റ എക്സാം ആക്കിയത്. അപ്പോൾ അന്ന് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ ഇയറിലും ചോദിക്കുന്ന ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് 45-ൽ ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ അതിനപ്പുറം പോയിട്ടില്ല. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഡയറക്റ്റായിട്ടോ അതല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നീറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന ടോപ്പിക്കിൻ്റെ ഫോർമുല ഹീറ്റ് കണ്ടക്ഷൻ, റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ H is equal to Ka Q1 minus Q2/2. ഈ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് 2 കണ്ടക്ടേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലൻ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു 2K1 K2/K1 plus K2. ദെൻ 2 കണ്ടക്ടേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇക്വലൻ്റ് തെർമൽ കണ്ടക്ടിവിറ്റി K1 plus K2/2. അപ്പോൾ ഈ ഫോർമുലയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൂടുതൽ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ 2 rods of same length and different specific heats S1 and S2, conductivities K1 and K2 and area of cross section A1 and A2, and both having temperatures T1 and T2 at their ends. If the rate of loss of heat due to conduction is equal, then വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 മെറ്റൽ റോഡ്സ് ഉണ്ട്. രണ്ടിൻ്റെയും റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഡ്യൂ ടു കണ്ടക്ഷൻ ഈക്വൽ ആണ്. അപ്പോൾ 2 റോഡ്സിലൂടെയും ഉള്ള ഹീറ്റ് ലോസിൻ്റെ റേറ്റ് ഈക്വൽ ആണെങ്കിൽ ഏത് കണ്ടീഷനാണ് നമുക്ക് ശരിയായിട്ട് വരുന്നതെന്നാണ്. ആ സെയിം ലെങ്ത് ആണ്. ഡിഫറെൻറ്റ് സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. കണ്ടക്ടിവിറ്റീസ് K1 ആൻഡ് K2 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആൻഡ് A2. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ അല്ലെങ്കിൽ നമ്മളതിന് ഹീറ്റ് കറണ്ട് എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിയണം. നമുക്ക് കൊടുക്കാം Q1 rate of heat flow in the first rod, it is equal to K1 A1 into T1 minus T2 divided by L1. That is rate of heat flow Q is equal to Ka into T1 minus T2 by L. ഇങ്ങനൊരു ഫോർമുല ഉണ്ട്. Rate of heat flow is directly proportional to area, temperature difference and inversely proportional to length. So rate of heat flow is equal to K into A into T1 minus T2 by L. K thermal conductivity ആണ്. അപ്പോൾ Q1 നമുക്ക് ഇങ്ങനെ എഴുതാം. Q2 ആണെങ്കിലും എന്തെഴുതാം? Q2 is equal to എല്ലായിടത്തും 2 കൊടുത്തെഴുതാം. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഈ 2 കണ്ടക്ടറിലെയും റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഈക്വൽ എന്നാണ് തന്നത്. അപ്പം നമുക്ക് Q1 is equal to Q2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എന്താവും? K1 A1 into T1 minus T2 by L1 is equal to K2 A2 into T1 minus T2 divided by L2. ഇനി L1 is equal to L2 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ T1 മൈനസ് T2 രണ്ടിലും സെയിം, L1ഉം L2ഉം സെയിം. അപ്പം നമുക്ക് ബാക്കി വരുന്നത് K1 A1 is equal to K2 A2. അപ്പം നമ്മുടെ ആൻസർ ഇതാണ്. K1 A1 is equal to K2 A2. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സിലിണ്ടറിക്കൽ റോഡ് ഹാവിംഗ് ടെമ്പറേച്ചർ T1 and T2 at its end. The rate of flow of heat Q1 calorie per second. If all the linear dimensions are doubled, keeping temperature constant, then rate of flow of heat Q2 will be. Question ഇതാണ്.
ഒരു സിലിണ്ടറിക്കൽ റോഡിലൂടെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. റേറ്റ് ഓഫ് ഫ്ലോ Q1 കാലറി പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ആ സിലിണ്ടറിക്കൽ റോഡിൻ്റെ ഡയമെൻഷൻസ് എല്ലാം ഡബിൾ ആക്കുന്നു, അതായത് റേഡിയസും ലെങ്തും ഡബിൾ ആക്കുന്നു. ദെൻ വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിൻ്റെ ഫോർമുല Q is equal to K into A into T1 minus T2 by L എന്നാണ്. അപ്പം നമ്മുടെ കണ്ടക്ടറിൻ്റെ കേസിൽ ഫസ്റ്റ് ഉള്ള ലെങ്ത് നമുക്ക് L എന്നെടുക്കാം. L1 is equal to L. പക്ഷേ L2 എന്താവുന്നു? ഡബിൾ ആവുന്നു, 2L. റേഡിയസ് R1 is equal to R എടുത്തു കഴിഞ്ഞാൽ R2 is equal to 2R ആവുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലിണ്ടറിക്കൽ കണ്ടക്ടറാണ്. ഇപ്പോൾ ഏരിയ A1 is equal to A, A2 is equal to, ഏരിയയുടെ ഫോർമുല പൈ ആർ സ്ക്വയർ എന്നല്ലേ എടുക്കേണ്ടത്. അപ്പം A2 എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു 2R ദി ഹോൾ സ്ക്വയർ ആവുന്നു. സോ 4R സ്ക്വയർ ആവുന്നു. അപ്പോൾ ഫസ്റ്റ് ഏരിയ A1 R സ്ക്വയർ എന്നെടുത്താൽ പൈ ആർ സ്ക്വയർ ആണ്. രണ്ടാമത്തെ ഏരിയ 4R സ്ക്വയർ എന്നാവുന്നു, 4R സ്ക്വയർ. ഓക്കെ, A1 പൈ ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ A2 എന്ത് ചെയ്യുന്നു? പൈ ഇൻറ്റു 2R ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 4R സ്ക്വയർ. ഇനി നോക്ക്, Q പ്രൊപ്പോർഷണൽ ടു, ഇവിടെ T1 ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണ്, Q പ്രൊപ്പോർഷണൽ ടു A ബൈ L. സോ Q1 ബൈ Q2 ഇസ് ഈക്വൽ ടു A1 by A2 into L2 by L1. ഈ ഫോർമുല കിട്ടിയത് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വി ക്യാൻ റൈറ്റ് Q1 by Q2 is equal to A1 അതുപോലെ എഴുതുക. A2 എന്ന് പറഞ്ഞത് 4 ആയി അല്ലേ, ഡയമെൻഷൻ റേഡിയസ് ഡബിൾ ആയി. അപ്പോൾ ഏരിയ 4 ടൈംസ് ആയി, ഇതാ 4 പൈ ആർ സ്ക്വയർ ആണ്. സോ 4A1 ആണ്. L2 ഡബിൾ ആയി, L1ൻ്റെ 2 മടങ്ങായി. സോ 2L1. L1 എന്ന് തന്നെ കൊടുക്കുക. ഇതിൽ നിന്ന് L1 ക്യാൻസൽ ചെയ്യുന്നു, A1 ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് ആൻസർ കിട്ടുന്നത് Q1 by Q2 is equal to 1 by 4. So Q2 is equal to 4Q1 എന്ന ആൻസർ കിട്ടുന്നു. Q2 is equal to 4Q1. Next question. Heat is flowing through two cylindrical rods of the same material. The diameters of the rods are in the ratio 1:2 and the lengths are in the ratio 2:1. If the temperature difference between the ends is same, then ratio of rate of flow of heat through them will be 95ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ തൊട്ട് മുമ്പ് കണ്ട ക്വസ്റ്റ്യൻ്റെ അതേ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണിത്. അതായത് ക്വസ്റ്റ്യൻസ് ഒരേ ഏരിയയിൽ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് കുറച്ചൊന്ന് മാറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരമുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 കണ്ടീഷനിലുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 2 സിലിണ്ടറിക്കൽ റോഡ്സ് ഉണ്ട്, സെയിം മെറ്റീരിയലാണ്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയൊക്കെ സെയിം ആയിരിക്കും. ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോയും ലെങ്തിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. ദെൻ ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ ദം വിൽ ബി എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന് ചെയ്ത പോലെ തന്നെ Q1 by Q2 is equal to A1 by A2 into L2 by L1 എന്ന് എടുക്കാം. ടെമ്പറേച്ചർ ഡിഫറൻസ് രണ്ടിലും സെയിം ആണ്. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് തെർമൽ കണ്ടക്ടിവിറ്റിയും സെയിം ആയിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിൻ്റെ റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ ക്വസ്റ്റ്യനിൽ 1:2 എന്ന് തന്നിട്ടുണ്ട്. ഏരിയ എടുക്കുമ്പോൾ ഡയമീറ്ററിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ എടുക്കാം. L1:L2 is 2:1. സോ Q1 by Q2 is equal to 1/2. അതായത് ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ ഇൻറ്റു ഇതിപ്പോൾ A1 by A2 പകരമാണ് കൊടുത്തിരിക്കുന്നത്.
L2 by L1 ആണ് നമുക്ക് വേണ്ടത്. അവിടെ തെറ്റിക്കരുത്. L1 is to L2 ആണ് 2 is to 1. So L2 by L1 is 1/2. അപ്പോൾ നമുക്ക് ആൻസർ 1/8 എന്ന് കിട്ടുന്നു. സോ Q1 is to Q2 is 1 is to 8. ഈ ക്വസ്റ്റ്യൻ 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2 rods A and B of different materials are welded together as shown in the figure. Their thermal conductivities are K1 and K2. Thermal conductivity of the composite rod will be, അപ്പോൾ 2 റോഡ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. തെർമൽ കണ്ടക്ടിവിറ്റീസ് K1 ആൻഡ് K2 ആണ്. ദെൻ കോമ്പോസിറ്റ് റോഡിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി. ഇത് തൊട്ട് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ഈ പോർഷൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഒരു ഫോർമുലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പാരലായിട്ട് 2 കണ്ടക്ടേഴ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റീസ് K1 + K2/2 ആയിട്ട് മാറുന്നു. K1 + K2/2. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് വേണമെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 2 metal rods 1 and 2 of same lengths have same temperature difference between their ends. Their thermal conductivities are K1 and K2 and cross-sectional areas A1 and A2. If the rate of heat conduction in one is 4 times that in 2, then നമ്മുടെ 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. K1A1 is equal to 4 K2A2, K1A1 is equal to 2 K2A2, 4 K1A1 is equal to K2A2, K1A1 is equal to K2A2. ഇത് കർണാടക നീറ്റിന് 2013 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ലെങ്ത്സ് സെയിം ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസും സെയിം ആണ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഇൻ ഫസ്റ്റ് കണ്ടക്ടർ ഈസ് 4 times ദാറ്റ് ഇൻ സെക്കൻഡ് കണ്ടക്ടർ. അപ്പോൾ ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് കണ്ടക്ടറിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കണ്ടക്ടറിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോയുടെ 4 times ആണ്. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിൻ്റെ ഫോർമുല അറിയാം. K1A1 ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലേ, T1 - T2 അതിന് ΔT എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ L1 ഫസ്റ്റ് കണ്ടക്ടർ ആയതുകൊണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 4 times Q2 എന്നാണ് പറഞ്ഞത്. 4 ഇൻറ്റു സെക്കൻഡ് കണ്ടക്ടറിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്, ദാറ്റ് ഈസ് K2A2 ΔT ഡിവൈഡഡ് ബൈ L2. L1ഉം L2ഉം സെയിം ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസും സെയിം ആണ്. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്നു K1A1 is equal to 4 K2A2. ഓപ്ഷൻ എ. അപ്പോൾ ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം ഒരേ ഫോർമുലയും ഒരേ മോഡലിലും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.